ഹേ ഡിയർ ഫ്രണ്ട്സ്, ആഫ്റ്റർ എ ലോങ് ടൈമിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ 404 ഡേയ്സ് സംതിങ് ആയി. ഞാൻ വീഡിയോ ചെയ്യാതിരുന്ന ടൈമിൽ എന്നെ അന്വേഷിച്ച് ഇൻസ്റ്റയിൽ വന്ന് ഞാൻ ഓക്കെ ആണോ എന്ന് DM ചെയ്ത് അന്വേഷിച്ച എല്ലാ ഫ്രണ്ട്സിനും ആദ്യം തന്നെ ഞാൻ താങ്ക്സ് പറയുന്നു. ആൻഡ് എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഡിഡ് യു ഗൈസ് മിസ് മീ? ഓക്കെ, അതെന്തൊക്കെ തന്നെ ആയാലും നമുക്ക് അധികം വൈകാതെ തന്നെ നമ്മുടെ മെയിൻ മാറ്ററോട്ട് കിടക്കാം. തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ച് ഒരു ഏകദേശ രൂപം കിട്ടിക്കാണുമെന്ന് തോന്നുന്നു. യെസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഗ് ഹെഡ് ഐലൻഡിനെ കുറിച്ചാണ്. 6 മാസം നമ്മൾ കാത്തിരുന്നു ഈ വൺ പീസ് എന്ന അനിമെ ഒന്ന് വീണ്ടും റിട്ടേൺ അടിക്കാൻ. സത്യം പറഞ്ഞാൽ ആ ഡേയ്സിലെല്ലാം പീനായിരുന്നു എന്ന് പറയാം. ഐ മീൻ ആ 6 മാസ ഗ്യാപ്പിൽ. കാരണം ഞാൻ മാങ്ക വായിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇത് വല്ലാത്തൊരു ക്ലിഫ് ആങ്കർ മോഡിലായിരുന്നു നിർത്തിയത്. സോ തുടർന്ന് ഇത് അതേ രീതിയിൽ തന്നെ തുറന്നു കാണാൻ ആരും ആഗ്രഹിച്ചു പോകും. ആൻഡ് അറ്റ് ലാസ്റ്റ് ഇറ്റ്സ് April 5. എക്സൈറ്റഡ് ആണ് എന്ന് തന്നെ പറയാം. കാരണം ഈ ആർക്കാണ് ഫൈനൽ സാഗയിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ എഗ് ഹെഡ് ഐലൻഡ് ആർക്കിനെ സ്പെഷ്യൽ ആക്കുന്ന കാര്യങ്ങൾ, മേജർ ഇവന്റ്സ്, മേജർ ഫൈറ്റ്സ് ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അതിൽ നമുക്ക് ആദ്യം മേജർ ഇവന്റ്സ് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് ദി വേഗാപങ്ക്. അതിനു മുമ്പ് സ്പോയിലർ അലേർട്ട്, വൺ പീസ് ആനിമയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് മിസ്റ്റീരിയസ് ക്യാരക്ടേഴ്സിൽ ഒരാളാണ് ഡോക്ടർ വേഗാപങ്ക് എന്ന് പറയാം. ആരാണ് വേഗാപങ്ക്? വേഗാപങ്ക് വൺ പീസ് വേൾഡിലെ ജനങ്ങളോട് ക്രൂഷ്യൽ ആയിട്ടുള്ള എന്ത് മെസ്സേജ് പറയാനാണ് ആഗ്രഹിക്കുന്നത്? മറൈൻസ് എന്തുകൊണ്ടാണ് കറന്റ്ലി ഇദ്ദേഹത്തെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നത്? വേഗാപങ്കിന് മാത്രം അറിയാവുന്ന ആ ക്രൂഷ്യൽ നോളജ് എന്താണ്? ഇങ്ങനെയുള്ള വേഗാപങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ആൾക്ക് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, വേഗാപങ്ക് ഇത്രമാത്രം ഇമ്പോർട്ടന്റ് ആയ ഒരു ക്യാരക്ടർ ആണോ എന്ന്. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഡോക്ടർ വേഗാപങ്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്യാരക്ടർ തന്നെയാണ്. കാരണം വേഗാപങ്കിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി മാത്രം 3 അഡ്മിറൽസിൽ ഒരാളായ കിസാരു ആൻഡ് വൺ പീസ് വേൾഡിലെ ടോപ്പ് പവർഫുൾ ക്യാരക്ടറും 5 എൽഡേഴ്സിൽ ഒരാളായ സാക്ഷാൽ സാറ്റേൺ വരെ എത്തുന്നുണ്ട്. സോ അതിൽ നിന്നും നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കും ഡോക്ടർ വേഗാപങ്ക് ആരാണ് എന്ന്. വൺ പീസ് വേൾഡിലെ ഏറ്റവും ബ്രില്യന്റ് ആയ ക്യാരക്ടർ, വൺ പീസ് വേൾഡിനെ കുറിച്ച് മറ്റാർക്കും അറിയാത്ത ഇമ്മൻസ് ഓഫ് നോളജ് ഉള്ള ഒരു ക്യാരക്ടർ. ഈവൻ ഹി ഹാസ് an idea about what is the real One Piece is. And the next thing എന്ന് പറയുന്നത് റിവീലിംഗ് about the Void Century. വൺ പീസ് മാത്രമല്ലാതെ ടോട്ടൽ ആനിമെ ഇൻഡസ്ട്രിയിൽ തന്നെ ഇപ്പോൾ മെയിൻ ഹൈലൈറ്റ് അല്ലെങ്കിൽ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് വോയിഡ് സെഞ്ചുറി തന്നെയാണ്. വോയിഡ് സെഞ്ചുറിയെ കുറിച്ചും ഏൻഷ്യൻ കിങ്ഡത്തെ കുറിച്ചും എല്ലാം ഈ ആർക്കിൽ ചെറുതായിട്ടൊന്ന് ടീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് എന്തിനാണ് ഈ ടീസിംഗ് എന്ന് വെച്ചാൽ അത് മറ്റൊന്നിനും വേണ്ടിയല്ല, ജോയ് ബിയുടെ ഒരു ചെറിയ ഗ്ലിംസ് കാണിക്കാൻ വേണ്ടിയാണ്. വൺ പീസ് വേൾഡ് ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു സംഭവം നടക്കുന്നത് വോയിഡ് സെഞ്ചുറിയിലാണ്. ബട്ട് ഇപ്പോഴുള്ള വൺ പീസ് വേൾഡിലെ ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരുവിധ വിവരവുമില്ല. അത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് മറൈൻസ് വർഷങ്ങളായി ജനങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നത്. ഈ വോയിഡ് സെഞ്ചുറി എന്ന ടോപ്പിനെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ ഫുൾ ആയിട്ട് പറയാൻ ശ്രമിക്കാം. കാരണം ഈ വീഡിയോയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കണ്ടന്റേ അല്ല ഇത്. ബട്ട് ഒരു കാര്യം മാത്രം നിങ്ങളുടെ മൈൻഡിൽ വെക്കുക, വോയിഡ് സെഞ്ചുറിയെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ആക്ച്വലി വാട്ട് ഈസ് ദ റിയൽ വൺ പീസ് എന്ന കോർ എലിമെന്റ് നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും വ്യക്തമാകും. കൂടാതെ ഒട്ടനവധി ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ നടന്നത് വോയിഡ് സെഞ്ചുറിയിലാണ്, ഇൻക്ലൂഡിംഗ് ചോയ് ബോയ്. ആൻഡ് അടുത്ത മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ കൂമയുടെ ബാക്ക് സ്റ്റോറിയാണ്. വൺ പീസിലെ ഏറ്റവും സാഡസ്റ്റ് ഫ്ലാഷ് ബാക്ക് ഉള്ളവരിൽ ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നത് നമ്മുടെ കൂമ തന്നെയാണ്. മാങ്കയെ ഞാനത് വായിക്കുമ്പോൾ മാൻ ഇറ്റ്സ് കിൽ മീ. അത്രയ്ക്കും സാഡായ കാര്യങ്ങളാണ് നമ്മുടെ പാവം കൂമയ്ക്ക് സംഭവിച്ചതെന്ന് പറയാം. ഈ ആർക്കിന്റെ മെയിൻ വിജയവും ഇമോഷണലി എല്ലാവരെയും കണക്ട് ചെയ്ത് എന്നും ഈ ആർക്ക് ആൾക്കാരുടെ ഓർമ്മകളിൽ നിലനിർത്താൻ ഓടയ്ക്ക് കൂമയുടെ ഈ ഒരു ബാക്ക് സ്റ്റോറി കൊണ്ട് സാധിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ബോണിയുടെയും കൂമയുടെയും ആ ഇമോഷണൽ അറ്റാച്ച്മെന്റ് സീനെല്ലാം വേറെ ലെവൽ തന്നെയാണ്. ആൻഡ് കൂമ എത്രമാത്രം ജോയ് ബോയെ വിശ്വസിക്കുന്നുവെന്നും കൂമ എന്തിനാണ് ഒരു ഹ്യൂമനോയിഡ് സൈബോർഗായി മാറിയത് എന്നും, മറൈൻസിന്റെ കൂടെ എന്തിനാണ് ടീമപ്പ് ആയത് എന്നും, മറൈൻസിന്റെ കൂടെ ഇരുന്നു കൊണ്ട് തന്നെ ലൂഫിയെ എന്തിനാണ് ഹെൽപ്പ് ചെയ്തത് എന്നും, ഇനി കൂമയ്ക്ക് എന്തൊക്കെ സംഭവിക്കും എന്നെല്ലാം ഈ ആർക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഒന്നും കൂടെ പറയാം, കൂമയെ ആദ്യം വെറുത്തവരെല്ലാം തീർച്ചയായും ഈ ആർക്ക് 100 ഇരട്ടിയായി പുള്ളിയെ സ്നേഹിക്കും. കാരണം മറ്റൊന്നുമില്ല, ഈ ഫ്ലാഷ് ബാക്ക് തന്നെയാണ്. ആൻഡ് അടുത്ത മെയിൻ ഇവന്റ് എന്ന് പറയുന്നത് 2 പേരുടെ എൻട്രിയാണ്, കിസാരു ആൻഡ് സാറ്റേണിന്റേത്. കിസാരു എഗ് ഹെഡ് ഐലൻഡിൽ വരുന്നത് നമുക്ക് വൺ പീസിന്റെ ന്യൂ ട്രെയിലർ കാണാൻ സാധിക്കും. എന്നാൽ സാറ്റേണിന്റെ എൻട്രി എന്ന് പറയുന്നത് കുറച്ച് ഷോക്കിംഗ് ആയിരുന്നു. ആൻഡ് അതേപോലെ തന്നെ അങ്ങയുടെ പവേഴ്സ് കാണുന്ന ആരായാലും ഒന്ന് ഞെട്ടിപ്പോകും. ആൻഡ് സാറ്റേണിന്റെ കാര്യം പറയുമ്പോഴാണ് എന്റെ ഫേവററ്റ് വൺ പീസ് ക്യാരക്ടർ വിത്ത് സാറ്റേൺ ഫൈറ്റ് വരുന്നുണ്ട്. വലിയ ഫൈറ്റ് ഒന്നുമല്ല, ബട്ട് ഐ എം ജസ്റ്റ് എക്സൈറ്റഡ് ഫോർ ദാറ്റ് സീൻ. ആ ഒരു മൊമെന്റ് കാണാനാണ് ഞാൻ ഈ ആർക്കിൽ കൂടുതലും എക്സൈറ്റഡ് ആയതെന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ ഈ ആർക്കിലെ ഏറ്റവും വലിയ മറ്റൊരു പ്രധാനപ്പെട്ട ഇവന്റ് എന്ന് പറയുന്നത് ദ അവേക്കനിങ് ഓഫ് ദ ഏൻഷ്യൻ റോബോട്ട് സീനാണ്. ലൂഫിയുടെ ഗിയർ 5 ഫോമിലൂടെ ഉണ്ടാകുന്ന ഓറയിലൂടെയാണ് വർഷക്കണക്കായി ഉറങ്ങിക്കിടന്ന ആ റോബോട്ട് റിയാക്ട് ചെയ്യുന്നത്. ആൻഡ് ആ റോബോട്ട് എഴുന്നേറ്റ ഉടനെ ആദ്യം പറഞ്ഞ വാക്കുകൾ എന്ന് പറയുന്നത് സോറി ജോയ് ബോയ് എന്നാണ്. വാവ്, ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഈ ഒരു ചെറിയ സീൻ തന്നെ പുതിയ തിയറീസിനെ വഴിവെച്ചിട്ടുണ്ട് എന്ന് പറയാം. കൂടാതെ ഈ ഒരു ആർക്കിൽ പ്രധാനമായിട്ടും കുറച്ച് ക്യാരക്ടേഴ്സിനെ അവിടെ ഇവിടെ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്, ഐ മീൻ ടീസ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഇമു തന്നെയാണ്. ഡയറക്ട്ലി ഇമുമായിട്ട് ഇവിടെ കണക്ട് ആകുന്നില്ല എങ്കിലും ഇമുവിൻ്റെതായ ഒരു ചെറിയ പ്രസൻസ് നമുക്ക് ഈ ആർക്കിൽ നിന്ന് കിട്ടും. സാബുമായിട്ടുള്ള ഫൈറ്റ് സീനിലാണ് നടക്കുന്നത്. ആൻഡ് അത് ഓൾറെഡി ടെലികാസ്റ്റ് ചെയ്തിരുന്നു. ഈവൻ മാങ്കയിൽ പോലും അതൊരു വലിയ സംഭവമായി മാറിയിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഇമുവിന്റെ പവർ ലെവലിനെ കുറിച്ച് ഓൾറെഡി ടീസ് ചെയ്തിരുന്നു. ഭയങ്കര പവർഫുൾ ആയ ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറിന്റെ ഡയറക്റ്റ് അറ്റാക്ക് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മൊമെന്റമാണ് ഈ ഒരു വലിയ ഇമ്പാക്റ്റിന് കാരണമെന്ന് പറയാം. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആർക്കിൽ കുറേയധികം മിസ്റ്ററീസിന്റെ 20
95% സോൾവ് ആകുന്നുണ്ട്. ബട്ട് അതിനേക്കാൾ ഏറെ പുതിയ മിസ്റ്ററീസിന്റെ ഒറിജിനും ഈ ആർക്ക് തന്നെയാണ്. കുഴപ്പമില്ല, ടു ബി കണ്ടിന്യൂഡ് എന്നുള്ള ടൈറ്റിൽ കാർഡ്സ് ഞാൻ മരിക്കുന്നവരെ കാണാനും റെഡിയാണ്. ആൻഡ് നമുക്കിനി ഈ ആർക്കിലെ മേജർ ഫൈറ്റ്സിനെ കുറിച്ച് നോക്കാം. ആൻഡ് ഇതിൽ കുറച്ച് ഫൈറ്റ്സ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, എന്നിരുന്നാലും ഞാൻ ആ ഫൈറ്റ്സ് എല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ സ്റ്റാർട്ടിംഗ് തന്നെ തുടങ്ങിയേക്കാം. ഫസ്റ്റ് ഫൈറ്റ് ലോ വിസസ് ബ്ലാക്ക് ബിയർഡ് ആയിരുന്നു. ഒരു യോങ്കോ വിസസ് ഫോർമർ വാർലോഡ് തമ്മിലുള്ള ഫൈറ്റ് ആയതുകൊണ്ട് തന്നെ വലിയൊരു കോമ്പാറ്റ് കാണാൻ സാധിച്ചു. ബട്ട് അവസാനം സ്റ്റാർ ആയത് ലോയും അല്ല ബ്ലാക്ക് ബിയർഡും അല്ല, ബേബോയാണ് ലാസ്റ്റ് ക്രെഡിറ്റ് മൊത്തം കൊണ്ടുപോയത്. ഒരു വൈസ് ക്യാപ്റ്റൻ സ്വന്തം ക്യാപ്റ്റൻ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നുള്ളതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഫൈറ്റ് ആയിരുന്നു ഇത്. ബേബോയുടെ റെസ്ക്യൂ സീൻ എല്ലാം വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെന്റ്സിൽ ഒന്ന് തന്നെയാണെന്ന് പറയാം. ആൻഡ് അതിന് റീസൺ വെച്ച് കൊടുത്തത് മറ്റൊന്നുമല്ല, നമ്മുടെ എല്ലാം സ്വന്തം ഡ്രഗ് ഡീലർ ചോപ്പറാണ്. ആൻഡ് അതേപോലെ സെക്കൻഡ് ഫൈറ്റ് എന്ന് പറയുന്നത് ലൂഫി വിസസ് ലൂസിയാണ്. വേൾഡ് ലെവലിൽ ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ആഘോഷിക്കപ്പെട്ട ഒരു ഫൈറ്റ് ആണ് ഈ ഫൈറ്റ് എന്ന് പറയാം. ലൂഫി യാതൊരുവിധ സ്ട്രഗിളും കൂടാതെ തന്നെ തന്റെ ഗിയർ 5 ഫോം എടുക്കുന്ന സീനെല്ലാം മാൻ സ്റ്റിൽ ഗൂസ്ബംസ് തന്നെയാണ്. വൺ ഓഫ് ദ എപ്പിക് സീനുകളിൽ ഒന്നായിരുന്നു ലൂഫിയുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ. ബാക്ക്ഗ്രൗണ്ടിൽ വേഗപ്പങ്ക് ജോയ് ബോയ് കുറച്ച് കൊടുക്കുന്ന ഹൈപ്പും കൂടെ ആയപ്പോൾ പറയുകയേ വേണ്ട, വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെന്റ്സിൽ അല്ലെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് കോംബാറ്റ്സിൽ ഇതും ഇടം നേടിയിട്ടുണ്ട്. ആൻഡ് ദ തേർഡ് ഫൈറ്റ്സ് ബിറ്റ്വീൻ സോറോ ആൻഡ് കാക്കുവിൻ്റെതാണ്. നമ്മുടെ സോറോയും ഉസോപ്പ് രണ്ടാമന്റെയും ഫൈറ്റ് 2 വട്ടം ഉണ്ട് ഈ ആർക്കിൽ. അതിൽ രണ്ടാമത്തെ ഫൈറ്റിനെ കുറിച്ച് പറയുകയേ വേണ്ട, ജസ്റ്റ് അനദർ ലെവൽ തന്നെയായിരുന്നു. ആൻഡ് സോറോയുടെ ഫാൻസിന് 3 വീക്സിലോട്ടെങ്കിലും ആഘോഷിക്കാനുള്ളതെല്ലാം ആ ഒരു ഫൈറ്റിൽ ഉണ്ട്. ആൻഡ് സോറോയുടെ പവർ ലെവൽ എല്ലാം ഇൻക്രീസ് ആയത് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഫൈറ്റിൽ. ആൻഡ് നെക്സ്റ്റ് ഫൈറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതിന് ഫൈറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, ബട്ട് ഇറ്റ്സ് എ ഹ്യൂജ് ടിസ്റ്റ് ഫോർ ദ വൺ പീസ് ഫാൻസ്. ദ ഐഡന്റിറ്റി റിവീലിംഗ് ഓഫ് സ്റ്റൂസി വേഴ്സസ് ലൂസി ആൻഡ് കാക്കു ഫൈറ്റിലാണ് സ്റ്റൂസി വേഗപ്പങ്കിന്റെ ഡബിൾ ഏജന്റ് ആണ് എന്നും സ്റ്റൂസിയുടെ യഥാർത്ഥ പവേഴ്സ് എന്തൊക്കെയാണെന്നും റിവീൽ ആകുന്നത്. ആക്ച്വലി ഞാൻ ഈ ഫൈറ്റിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം മറ്റൊന്നുമല്ല, വാട്ടർ 7 ആർക്കിൽ ഈ ലൂസിയും കാക്കും ഫ്രാങ്കിയുടെ കമ്പാനിയൻ ബ്രദറായ ഐസ്ബർഗിന് കൂടെ നിന്ന് ചതിക്കുന്നത് പോലെ തന്നെയാണ് സ്റ്റൂസി ഇവിടെ ചതിക്കുന്നത്. വാവ്, കർമ്മ ഈസ് റിയൽ. സോ ഗൈസ്, നിങ്ങൾ ആരെയും കൂടെ നിന്ന് ചതിക്കാതിരിക്കുക. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഫൈറ്റ് എന്ന് പറയുന്നത് സെറാപ്പിംസിന്റെ വകയായിരുന്നു. ഫോർമർ വാർലോഡ്സ് ആയ മീഹോക്ക്, ബോയ ഹാൻകോക്ക്, കൂമ ആൻഡ് ജീംബെ എന്നിവരുടെ കുരുന്ന് സെറാപ്പിം വെർഷൻസ് ആയിരുന്നു ഇവർ. എന്നാൽ ഈ കുറിപ്പുകൾ ചുമ്മാ ആയിരിക്കും അതില്ല, കാണുന്നവരായിട്ട് മൊത്തം വള്ളി. CP0 ബ്ലാക്ക് ബിയർഡ് പൈററ്റ്സ് ഉണ്ടാക്കി വിട്ട വേഗ പങ്ക്സിനെതിരെ പോലും വള്ളി. എന്തിനു പറയണം, നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ആയിട്ട് പോലും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സാഞ്ചി വീസ് സെറാപ്പിം ജീംബെ സീനെ കുറിച്ച് പറയുക വേണ്ട. നാമിനെ സേവ് ചെയ്യാൻ വേണ്ടി സാഞ്ചി വന്ന് കാണിക്കുന്ന മാസ് സീൻ ഒന്നും കാണിച്ചിട്ടില്ല ഗൈസ്. ചെറുതായിട്ട് ലൈറ്റർ ഒന്ന് കത്തിച്ചു, സിഗരറ്റ് വലിച്ചു, നേരെ വന്ന് നിന്നു. സെറാപ്പിം ഷാങ്സിന്റെ ആ പവർ ബ്ലാസ്റ്റ് പഞ്ച് ഒന്ന് തടുക്കുക പോലും ചെയ്യാതെ അങ്ങനെ തന്നെ സ്റ്റാൻഡ് ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് ജോയ് ബോയുടെ ഷീൽഡ് എന്ന് സാഞ്ചിയെ വിളിക്കാൻ കാരണം. സാഞ്ചി എത്രമാത്രം പവർഫുൾ ആയി എന്ന് കാണിക്കാൻ ഈ ഒരൊറ്റ സീൻ തന്നെ ധാരാളമാണ്. ആൻഡ് ദ നെക്സ്റ്റ് ഫൈറ്റ് എന്ന് പറയുന്നത് റെഡ് വിസസ് റെഡ് ഫൈറ്റ് ആയിരുന്നു. അതായത് ഷാങ്സ് വിസസ് കിഡിന്റെ ഫൈറ്റ്. ഒരേ സമയം എല്ലാ വൺ പീസ് ഫാൻസും ആഘോഷമാക്കുകയും അതേസമയം കുറെ വൺ പീസ് ഫാൻസ് വിഷമിക്കാൻ കാരണമായ ഈ ഫൈറ്റ് ഈ ആർക്കിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. കാരണം ഷാങ്സിന്റെ ഫുൾ ആയിട്ടുള്ള ഒരു ഫൈറ്റ് സീൻ എന്ന് പറയുന്നതും ആ ഒരു എപ്പിസോഡ് നമുക്ക് കാണാൻ സാധിച്ചു. അറ്റ് ദ സെയിം ടൈം കിഡിനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് സാഡ് ആകുന്നത്. എനിവേ, ദ നെക്സ്റ്റ് ഫൈറ്റ് എന്ന് പറയുന്നത് സെൻസേ വേഴ്സസ് സുഡൻ ഫൈറ്റ് ആണ്. അതായത് മങ്കി ഡി ഗ്യാർ വേഴ്സസ് ഗുസാൻ ഫൈറ്റ്. ഈ ഒരു കോമ്പാറ്റ് സീന് വൺ പീസിൽ ഇത് മാത്രമല്ല, ടോട്ടൽ ആനിമെ വേഴ്സിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫൈറ്റുകളിൽ ഒന്നായിരുന്നു. അറ്റ് ദ ഏജ് ഓഫ് 78 ഗാർപ്പ് സ്റ്റിൽ എ മോൺസ്റ്റർ. കാരണം ഈ ഫൈറ്റ് കണ്ടവരാരും തന്നെ ഗൂസുംസ് അടിക്കാതെ ഇരുന്നവരേ ഉണ്ടാകില്ല. അത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു ഫൈറ്റ് ആയിരുന്നു ഇത്. ഇമ്പാക്ട് മാത്രമല്ല, ഇമോഷന്റെ കാര്യത്തിലും അത് അങ്ങനെ തന്നെയായിരുന്നു. ആൻഡ് ഈ ഒരു ഫൈറ്റിനെ കുറിച്ച് എനിക്കൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ തന്നെ ആഗ്രഹമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഡെയിൽ ഫ്രൂട്ടിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. ഐ ആം ദ ഹാക്കി ഗോഡ് എന്ന തരത്തിലുള്ള ഗാർപ്പിന്റെ അഴിഞ്ഞാട്ടമായിരുന്നു ആ ഒരു ഫൈറ്റ് മൊത്തവും. പുറകിൽ നിന്ന് ചതിച്ചില്ലായിരുന്നെങ്കിൽ ഗാർപ്പ് ഐലൻഡിന്റെ ഒരു പൊടി പോലും ബാക്കി വെക്കില്ലായിരുന്നു. എത്രയൊക്കെ മാസീൻ ഉണ്ടായാലും ഇതിന്റെ അവസാനവും സാഡസ്റ്റ് എൻഡ് തന്നെ ആയിരുന്നു. എന്നിരുന്നാൽ പോലും ഇതൊരു വർത്തിയസ്റ്റ് ഫൈറ്റ് ആയിരുന്നു ഞാൻ കണ്ടതിൽ വെച്ച്. അതേപോലെ അടുത്ത ഫൈറ്റ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ഫൈറ്റ് തന്നെയാണ്, സാബോ വേഴ്സസ് ഇമു. ഷോക്കിംഗ് ആയ ആ ഒരു സീനിൽ സാബോയുടെ എൻട്രി ചുമ തീ തന്നെയായിരുന്നു. ഫ്ലെയിം എംപറർ എന്നുള്ള തന്റെ പേരിന് 100% നീതി പുലർത്തുന്നുണ്ട് സാബോ എന്ന് പറയാം. ആൻഡ് ഇനി പറയാൻ പോകുന്ന ഫൈറ്റുകളെല്ലാം ഇനി നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ആൻഡ് ഈ ഫൈറ്റുകളാണ് ഈ ആർക്കിലെ ബെസ്റ്റ് ഫൈറ്റുകൾ എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് മെയിൻ ഇവന്റിൽ നിന്ന് തന്നെ തുടങ്ങിയേക്കാം. മങ്കി ഡി ലൂഫി വീസസ് കിസാരു. ഒരു യോങ്കോ വീസസ് അഡ്മിറൽ ഫൈറ്റ് ആയതുകൊണ്ട് തന്നെ എക്സൈറ്റഡ് ആണ്. അതിനേക്കാൾ ഏറെ ഏസിന് വേണ്ടിയുള്ള ലൂഫിയുടെ ഫസ്റ്റ് റിവെഞ്ച് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. മാങ്ക വായിച്ചവർക്കറിയാം ഈ ഫൈറ്റ് എത്രമാത്രം എപ്പിക് ആണ് എന്ന്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സോറോ വേഴ്സസ് ലൂസിയാണ്. സോറോയുടെ ഒരു 1 man ഷോ പ്ലസ് ലൂസിയുടെ പുതിയ കുറച്ച് കോമ്പാറ്റ് മെത്തേഡുകൾ നമുക്ക് ഈ ഫൈറ്റിൽ കാണാൻ സാധിക്കും. ചണ്ണിങ് ആയ ഫൈറ്റ് തന്നെയാണ്. സോറോ ഫാൻസിന് ആവശ്യമുള്ളതെല്ലാം ഈ ഒരു ഫൈറ്റിലുണ്ട്. ആൻഡ് ദ തേർഡ് വൺ ഈസ് അക്യൂനു വേഴ്സസ് കൂമ. നിങ്ങൾക്ക് സ്പോയിലർ ഈ ഒരു കാര്യത്തിൽ തരാൻ എനിക്ക് താല്പര്യമേ ഇല്ല. സോ ഇനിയുള്ള ഫൈറ്റ്സുകളുടെ നെയിം മാത്രം ഞാൻ പറഞ്ഞേക്കാം. അതായത് ആരൊക്കെ തമ്മിലാണ് ഫൈറ്റ് എന്ന് മാത്രം പറയുന്നു. കാരണം ആ ഫൈറ്റിനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞത് വല്ലാത്ത സ്പോയിലറായി പോകും. അതുകൊണ്ടാണ്. ദ ഫോർത്ത് വൺ ഈസ് സാഞ്ചി വേഴ്സസ് സാറ്റേൺ. ഇറ്റ്സ് നോട്ട് എ ഡയറക്റ്റ് ഫൈറ്റ്, ബട്ട് ഇറ്റ്സ് എ സൂപ്പർബ് വൺ. ആൻഡ് ദ ഫൈനൽ ബാറ്റിൽ ഈസ് കൂമ വേഴ്സസ് സാറ്റേൺ. ആ ഫൈറ്റ് മസ്റ്റ് വാച്ച് തന്നെയാണ്. കുറെ അധികം ഡീറ്റെയിൽസ് ആ ഫൈറ്റിൽ നമുക്ക് റിവീൽ ആകും. സോ ഗൈസ്, ഇതൊക്കെയാണ് എഗ് ഹെഡ് ഐലൻഡിലെ മേജർ ഇവന്റ്സ് ആൻഡ് മേജർ ഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഇത്രയും ഉള്ളപ്പോൾ തന്നെ എക്സൈറ്റ്മെന്റിന് പീക്കിലെത്തി. ആൻഡ് ഇനി ഇതൊക്കെ എത്രയും വേഗം
വേഗം കാണണമെന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് അതേപോലെ ഞാൻ കുറെ അധികം സ്പോയിലേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ. ബട്ട് അത് എങ്ങനെ പോയാലും മറ്റൊരാളിൽ നിന്നും വൈകാതെ തന്നെ നിങ്ങൾ അറിയും. കാരണം അങ്ങനെയാണ് എനിക്ക് സംഭവിക്കാറ്. ഇനിയുള്ള വീഡിയോസിൽ ഞാൻ അധികം സ്പോയിലർ പറയാതെ ശ്രമിക്കാം. ആൻഡ് ഇതേപോലെ മോർ ആനിമെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഓൾസോ ലൈക്ക് ആൻഡ് ഷെയർ ടു യുവർ ആനിമെ ഫ്രണ്ട്സ്. ലവ് യു ഓൾ. ബൈ.